വളരെ വൈകാരികമായ ഒരു ചടങ്ങാണ് രക്തസാക്ഷി അനുസ്മരണവും രക്തസാക്ഷി കുടുംബങ്ങളുടെ ഒത്തുചേരൽ. DYFI രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ KSYFന്റെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച ആദ്യഘട്ടം മുതൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഖാക്കളെ ഭരണവർഗത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ, ക്രിമിനലുകൾ, നാടിൻ്റെയും രാജ്യത്തിൻ്റെയും മോചനത്തിനു വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമർപ്പിതമായ ജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ നിരവധി ചെറുപ്പക്കാരെ DYFI രൂപീകരണത്തിന് മുമ്പ് തന്നെ കൊലപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. 1980 നവംബർ 1, 2, 3 തീയതികളിൽ നടന്ന പഞ്ചാബിലെ ലുധിയാന സമ്മേളനത്തിലൂടെയാണ് DYFI രൂപം കൊള്ളുന്നത്. DYFI രൂപം കൊള്ളുന്ന സന്ദർഭത്തിലുള്ള ആ സമ്മേളനം ഭഗത് സിംഗ് എന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്നും അന്നും അറിയുന്ന രക്തസാക്ഷി ഭഗത് സിംഗിൻ്റെ സ്മരണയായിരുന്നു അവിടെ ഏറ്റവും തുടിക്കുന്ന വികാരമായി നിലനിന്നിരുന്നത്. ഭഗത് സിംഗിനോടൊപ്പമുണ്ടായിരുന്ന അന്നത്തെ അവരുടെ സഹപ്രവർത്തകർ DYFI രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അവരെല്ലാം നൽകിയ ഊർജം വളരെ വലുതായിരുന്നു. അന്ന് തുടങ്ങി ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നതിൽ യുവചൈതന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ ശക്തി അത് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഈ യുവജന പ്രസ്ഥാനമാണ് എന്നും രാജ്യം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് കേരള സംസ്ഥാനത്ത് നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി, സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെയും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളമാകെ നെഞ്ചേറ്റിയിട്ടുള്ള കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ അവസാനത്തെ കണ്ണി പുഷ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞത് ഈ സന്ദർഭത്തിലാണ്. വളരെയേറെ ശ്രദ്ധേയമായ രീതിയിൽ തൻ്റെ കുടിയേറ്റത് മുതൽ അവസാന നിമിഷം വരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചലനങ്ങളെ ഒന്നും പ്രത്യേകിച്ച് നിർവഹിക്കാനാവാത്ത സന്ദർഭത്തിലും അതിൻ്റെ ഊർജത്തിലാണ് സഖാവിൻ്റെ ജീവൻ നിലനിർത്തി പുഷ്പൻ അവസാന നിമിഷം വരെ നിന്നത്. പതിറ്റാണ്ടുകളിൽ നിന്നത് അങ്ങനെയാണ്. ആ ഊർജം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കരുത്തുറ്റ പിന്തുണയായി ഈ കേരളത്തിലെ ഓരോ DYFIക്കാരനും ഓരോ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളും നെഞ്ചേറ്റുകയുണ്ടായി. ഈ സമ്മേളനത്തിൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിനിധിയുടെ സഹോദരനെയാണ് കൊല്ലത്ത് മൃഗീയമായി കൊലപ്പെടുത്തിയത് കാട്ടാള ശക്തികൾ. ഈ ജില്ലയിൽ തന്നെ 24ഓളം വരുന്ന സഖാക്കളെ, ഇന്നിവിടെ പങ്കെടുത്തതും പങ്കെടുക്കാൻ ബാക്കിയുള്ളതും ഉൾപ്പെടെയുള്ള സഖാക്കളെ മൃഗീയമായി വർഗശത്രുക്കൾ വകവരുത്തുകയുണ്ടായി, രക്തസാക്ഷികളാക്കുകയുണ്ടായി. ഓരോ സന്ദർഭത്തിലും
യുവജന പ്രസ്ഥാനത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്തുമ്പോൾ എത്രയോ വർഷക്കാലം ഈ സമൂഹത്തിന്റെ ഭാവി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകേണ്ട സഖാക്കളെ വഴിക്ക് വെച്ച് അവസാനിപ്പിക്കുമ്പോൾ അവരോരോരുത്തരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഇതിലൂടെ ഇനി ഡിവൈഎഫ്ഐയുടെ അന്ത്യം കുറിക്കാനാവും എന്നാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് നീങ്ങാനാവും എന്നാണ്. പക്ഷേ ഈ കേരളത്തിലും ലോകത്തെവിടെയും സാമൂഹ്യ ജീവിതത്തിന്റെ പരിവർത്തനാത്മകമായ പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്ന് പൊരുതിയ അതിൻ്റെ ഏറ്റവും ശക്തരായ കരുത്തരായ നേതാക്കളെയും പ്രവർത്തകരെയും മൃഗീയമായി കൊലപ്പെടുത്തിയതുകൊണ്ട് ആ കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ട് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നതുകൊണ്ട് എവിടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അവസാനിപ്പിക്കാൻ, പുരോഗമന ശക്തികളുടെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തെ അവസാനിപ്പിക്കാൻ ഒരു ശക്തിക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ല